4-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നിന്നും പാസഞ്ചർ 10 രൂപയുള്ളൂ കേട്ടോ. ഈ പാസഞ്ചറിൽ ഗുരുവായൂർ പോകാൻ കുറച്ചുകൂടെ വേക്കി പോയി കയറാം. നമ്മൾ ഈ റെയിൽവേ സ്റ്റേഷനിൽ വന്നപ്പോൾ കണ്ടേണ് എൻ്റെ ഒരു വെറൈറ്റി കൊക്കിൻ്റെ കാട്ടം കണ്ട ഇത് മൊത്തം കൊക്കിൻ്റെ കാട്ടം, വെള്ളക്കൊക്കുകൾ. ഇവിടുത്തെ പ്ലാറ്റ്ഫോമിന് കണ്ട ആന, പ്ലാറ്റ്ഫോമിൻ്റെ കോച്ച് പൊസിഷൻ ആനയുടെ ഇതിൽ എഴുതി വെച്ചിരിക്കുന്നു. കൊള്ളാം. കൊക്കിൻ്റെ കൂടുകൾ കണ്ട, നമ്മുടെ കാക്കയും എല്ലാം ഉണ്ടെന്ന് തോന്നുന്നു. ഇതൊരു വനം വകുപ്പ് ഏറ്റെടുത്തിരിക്കുകയാണ് എന്തോ, കേരളം വനം വകുപ്പ് എന്നൊക്കെ പറഞ്ഞ ആഗോളതാവനം അതിൻ്റെ എന്തൊക്കെയോ പറഞ്ഞ് എഴുതി വെച്ചിരിക്കുന്നു. ഇത് കൊക്കിൻ്റെ കൂട്, വലിയ കൂട് കണ്ട. നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുമോ എന്തോ? ആ കൊക്കിൻ്റെ കൂട് കണ്ട, കൊക്കുമുണ്ട്. ഇതോ അവിടെ വലിയ 2 കൊക്കിരിക്കുന്നു. ഇത് നമ്മുടെ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ 4-ാം നമ്പർ പ്ലാറ്റ്ഫോമിലെ കാഴ്ചകളാണ്. കണ്ടില്ലേ, കൊള്ളാലോ. കൊക്ക് തന്നെ കൊക്കിൻ്റെ വേറൊരു ഇതാണെന്ന് തോന്നുന്നു കേട്ടോ. ഹായ്. അങ്ങനെ നമ്മൾ ഇവിടെ തൃശ്ശൂരിൽ നിന്ന് തിരിച്ച് പിന്നെയും ഗുരുവായൂരോട്ട് പോകാനായിട്ട് പാസഞ്ചറിൽ കയറി. ഇവിടെ നിന്ന് ഒരു 11:30 ആകുമ്പോൾ എടുക്കും. ഇതിൽ ആരുമില്ല. പിന്നെ മാത്രമല്ല, നമ്മൾ പാസഞ്ചറായിട്ടാണ് ഇവിടുന്ന് 10 രൂപയുള്ളൂ ടിക്കറ്റ് നമ്മുടെ തൃശ്ശൂരിൽ നിന്ന് ഗുരുവായൂർ വരെ. വിശാലമായിട്ട് കണ്ടില്ലേ, വിശാലമായിട്ട് പോവാം, കിടന്ന് പോവാം. സ്ലീപ്പർ ക്ലാസ്സിൽ പോകണം, നമുക്ക് പോവാം. ഓക്കെ ആടെ, ഇങ്ങനെയാണ് ഇതിൻ്റെ ജന്നൽ പൊക്കുന്നത് ഇല്ലേ, ട്രെയിനിൻ്റെ ജന്നൽ പൊക്കുന്ന ആൾ. ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനാണ്. ഇപ്പം നമ്മളൊരു അരമണിക്കൂർ കൊണ്ട് തൃശ്ശൂരിൽ നിന്ന് ഇവിടെ എത്തും. 10 രൂപയുള്ള ടിക്കറ്റ്. ഇടയ്ക്ക് ഒരു സ്റ്റോപ്പുണ്ട്, പൂങ്കുന്നം. തൃശ്ശൂർ, പൂങ്കുന്നം, പിന്നെ അടുത്തത് ഗുരുവായൂർ. ഈ കൊല്ലത്തു നിന്നൊക്കെ വരുന്നവർക്ക് ഈ നമ്മുടെ വേണാട് പോലുള്ള ട്രെയിനിൽ കയറി ഇവിടെ ഇറങ്ങുമ്പം ഈ കണക്ഷനായിട്ട് ഈ ഒരു പാസഞ്ചർ കിട്ടും. ഈ ഒരു സ്പോട്ട് എല്ലാവർക്കും അറിയാമല്ലോ, ഗുരുവായൂർ എൻട്രൻസാണ്. പിന്നെ ഇടത് സൈഡിലായിട്ട് വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനുള്ള സ്ഥലങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഒരു ചെറിയ ഗ്രൗണ്ട് കണക്ക്. നമുക്ക് ഇവിടെ നിന്ന് നേരെ അങ്ങ് നടന്നു ചെല്ലുന്നതും ക്ഷേത്രമാണ്. നടക്കാവുന്ന ദൂരമേ ഉള്ളൂ കേട്ടോ. നമ്മുടെ ട്രെയിൻ ഇറങ്ങി നടക്കാവുന്ന ദൂരമേ ഉള്ളൂ. വരുന്നവർക്കിപ്പം പകൽ സമയത്തൊക്കെ വരുന്നവർക്ക് കണക്ഷൻ ട്രെയിനായിട്ട് ഇത് യൂസ് ചെയ്യാവുന്നതാണ് നമ്മൾ വന്ന ഈ ഒരു പാസഞ്ചർ. അങ്ങോട്ട് ഇങ്ങനെ ഇവിടെ ചെടിച്ചട്ടി കണ്ടില്ലേ, തുളസി, ഇങ്ങനെ ചെടികളൊക്കെ നട്ട് ഇവിടെ ഇങ്ങനെ വെച്ചിരിക്കുന്നുണ്ടോ. നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിൽ പോകുന്ന ആ വഴിക്കാണ്, നമ്മുടെ ഗുരുവായൂർ അമ്പലനടയിൽ എത്തുന്ന ആ വഴിക്ക് കണ്ടില്ലേ. ഇത് നല്ലൊരു സെറ്റപ്പായിട്ട് എനിക്ക് തോന്നി. ഇത് മുമ്പ് ഞാൻ വന്നപ്പോൾ ഇല്ലായിരുന്നു, ഇപ്പോഴാണ് ഇത് സെറ്റ് ചെയ്തതെന്ന് തോന്നുന്നുണ്ടല്ലേ. ഇവിടെ വലിയൊരു ചെടി, ഇതെന്തോ ചെടിയെന്ന് അറിയാൻ വയ്യ ഇവിടെ കണ്ടില്ലേ. ഇത് നമ്മുടെ ചാനൽ വീഡിയോ ആണെന്ന് ഒരു ഏത് ചെടിയെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്തേക്കണേ. അതേ കണക്ക് തന്നെ ഈ ചെടിയും, ഇത് ഏതാണെന്ന് അറിയാൻ വയ്യല്ലേ. ഇവിടെ ഇപ്പം പണി നടക്കുകയാണെന്ന് തോന്നുന്നു. ഈ ആർച്ചിൻ്റെ ഫ്രണ്ട് കണ്ടില്ലേ. ഇവിടെ ഈ വലത് സൈഡിൽ ഒരുപാട് കടകളൊക്കെ ഉണ്ട് കേട്ടോ. ഒരാൾ അവിടെ ഇരുന്ന് പണി വേണ്ട, പച്ച അതിൻ്റെ അകത്ത് ഫോട്ടോയൊക്കെ നോക്കി കറക്റ്റ് വരയ്ക്കുക. ഈ ആനയുടെ ഇത് കൊള്ളാം അല്ലേ, ആനയുടെ തല അടിപൊളി കണ്ടില്ലേ. കദളിപ്പഴം, പട്ട് കണ്ടില്ലേ. അങ്ങനെ ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് കണ്ടോ. അങ്ങനെ നമ്മൾ പിന്നെയും ഗുരുവായൂർ അമ്പലനടയിൽ എത്തിയിരിക്കുകയാണ്. രാവിലത്തെ ദർശനം കഴിഞ്ഞ് നമ്മൾ ഇനി അടുത്ത ഉച്ചയ്ക്ക് എത്തി. ഈ ദീപാരാധനയും കൂടി തൊഴുതിട്ടേ നമ്മൾ പോകുന്നുള്ളൂ. ഇവിടെ കടകളൊക്കെ നമ്മൾ രാവിലെ വന്നപ്പോൾ ഒന്നും തുറന്നിട്ടില്ലായിരുന്നു, ഇപ്പോൾ എല്ലാം തുറന്നു. ഈ കൊച്ചു ഡാൻസിന് വന്നിട്ട് പോവുകയാണെന്ന് തോന്നുന്നു കേട്ടോ.
അരങ്ങേറ്റത്തിനൊക്കെ ആയിട്ടൊക്കെ ഒരുപാട് കുട്ടികൾ ഇവിടെ വരാറുണ്ടല്ലോ. അങ്ങനെ നമ്മൾ ഉച്ചയ്ക്കുള്ള അന്നദാനവും കഴിച്ച് അവിടെ ക്ലോക്ക് റൂമിൽ സാധനവും വെച്ച് ഫ്രഷായി. അവിടെ ഫ്രഷാവാൻ തന്നെ സ്ഥലമൊക്കെ ഉണ്ട്. അവിടെ നിന്ന് അങ്ങനെ ഫ്രഷായതിന് ശേഷം ക്യൂവിൽ നിന്ന് ദീപാരാധനയും കണ്ട് വൈകുന്നേരം നമ്മൾ തിരിച്ചു. ഇതാണ് നമ്മുടെ ഗുരുവായൂർ കേശവൻ്റെ പ്രതിമ, കണ്ടില്ലേ? ഗുരുവായൂർ കേശവൻ. ഗുരുവായൂർ കേശവനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, കണ്ടിട്ടുണ്ടെന്ന് വെച്ചാൽ ഇതിൻ്റെ സിനിമയും ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു കാണുമല്ലേ. കണ്ട, ഇതെന്തുവാണെന്ന് മനസ്സിലായി? ഇതിൻ്റെ പേരെന്തുവാണെന്ന് അറിയാമോ? ഇതാണ് മരപ്രഭു. എന്താണെന്ന് മനസ്സിലായത്?